ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാറുവും പിങ്കിയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഒരിടത്തും പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്ലാനിങ് ഈ വെട്ടുകാട് ചർച്ചിലേക്ക് പോകാനാണ്. പാറുവും പിങ്കിയും സെയിം കളർ ഡ്രസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനും ചേച്ചിയും സെയിം കളറാണ്. ഒരാഴ്ച മുമ്പ് ഒരു വളരെ മോശമുള്ള റോഡായിരുന്നു കേട്ടോ. ഇപ്പോൾ ടാറ്റ നല്ല അടിപൊളി റോഡായി. അതുപോലെ നമ്മൾ നേരെ പോകുന്നത് പാറുവിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. കാരണം ഇന്നപ്പനും അമ്പാടിയും അവിടെ നിൽക്കുവാണ്. അത് അവർ നമ്മൾ കണ്ടു. അവർ നമുക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. അവരുടെ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരെ പോകുന്നത് വെട്ടുകാട് ചർച്ചിലേക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ്. വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കത്തില്ല. നേരെ നമ്മൾ പോകുന്ന ഒരിക്കൽ ചെറിയൊരു തട്ടുകടയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് പഴംപൊരിയും വടയും മുളക് ബജിയും ചായ ആയിട്ടൊക്കെ എല്ലാവരും മേടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഇതേ പാറതേ കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കഴിഞ്ഞില്ല. അതുമല്ല നമ്മൾ റെയിൽവേ ക്രോസിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഏതോ ട്രെയിന് പോകാനായിട്ട്. അവസാനം നമ്മൾ വെട്ടുകാട് ചർച്ചിലെത്തിക്കുക. എസിയൻ്റെ പൊന്നു മോനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് തള്ളിപ്പോകും. ചെന്നിറങ്ങി ഉടനെ എല്ലാവരും ഫോട്ടോ എടുപ്പ് തുടങ്ങി. അമ്പാടിയും പിങ്കിയും ചിച്ചും കൂടി ലൈറ്റുകൾ ഓടി നടന്ന് കാണുമ്പോൾ എന്തൊക്കെ തരം ലൈറ്റുകളാണ്. നമ്മൾ മുമ്പൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വീക്കെൻഡിലൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ വെട്ടുകാട് ചർച്ചിലെ ഗ്രൗണ്ടിൽ കാണുന്നത്. ഇനിയും നിങ്ങൾ വെട്ടുകാട് ചർച്ചിലേക്ക് പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഒരു വണ്ടി എടുത്തിട്ട് നേരെ വിട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവത്തില്ല. കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതുപോലെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് അമിതമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും ആവത്തില്ല. വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന പൈസയും ഭക്ഷണം നമ്മൾ കഴിക്കുവാണെങ്കിൽ അതിനുള്ള പൈസ മാത്രമേ ആവത്തുള്ളൂ. നമ്മൾ പോയ ദിവസം രാത്രി കടപ്പുറത്ത് ഭയങ്കരമായിട്ടുള്ള കലാകായിക മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ന്യൂ ഇയർ സംബന്ധമായിട്ടുള്ള. അതുപോലെ പാറുവിനും പിങ്കിക്കും ചിച്ചുവിനും ഒക്കെ അവിടെ നിന്ന് നമ്മൾ പാനിപ്പൂരിയും കാര്യങ്ങളൊക്കെ മേടിച്ച്. പിന്നെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാലോ, നേരെ അവരവരുടെ അടുക്കള സാധനങ്ങളും കാര്യങ്ങളും വാങ്ങുന്ന തിരക്കിലേക്കായി പാറും. അതൊക്കെ വാങ്ങി നമ്മൾ തിരിയുമ്പോഴത്തേക്ക് നമ്മൾ 90s കിഡ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ചക്കര മുട്ടായി, പുളിമുട്ടായി, അങ്ങനെ തുടങ്ങുന്ന കുറച്ച് മുട്ടായി ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും കർത്താവിൻ്റെയും മാതാവിൻ്റെയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ കർത്താവിനെ കത്തിക്കാനായിട്ട് കുറച്ച് മെഴുകുതിരിയൊക്കെ മേടിച്ച് എല്ലാവരും കൂടി കർത്താവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു. കർത്താവിന് മെഴുകുതിരി കത്തിക്കുന്നതിനോടൊപ്പം നമ്മുടെ സങ്കടങ്ങളൊക്കെ എരിഞ്ഞു തീരുമെന്നാണ് പ്രമാണം. വെട്ടുകാട് ചർച്ചിൽ പോയി കഴിഞ്ഞാൽ കർത്താവിനെ കണ്ട് നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ കർത്താവിനോട് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ തിരിച്ചിറങ്ങി. കാലിൽ കയറി വീട്ടിലേക്ക് പോകാൻ നേരം എല്ലാവർക്കും വീണ്ടും വിശപ്പാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ്. തിരിച്ച് നമ്മൾ നേരെ വെമ്പായത്ത് ഫ്രണ്ട്സ് തട്ടുകട, നമ്മളൊരു ചങ്ങാതിയുടെ തട്ടുകടയാണ്. നല്ല അടിപൊളി ഭക്ഷണമാണ് അവിടുത്തെ. പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും അടാറ് ടേസ്റ്റാണ്. എല്ലാവരും വിശന്ന് ആകെ തളർന്നിരിക്കുകയാണ്. എല്ലാത്തിനും നമ്മൾ ഓരോ പ്ലേറ്റ് മേടിച്ചായിരുന്നു. ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ബീഫ് ഫ്രൈയും ചമ്മന്തിയും അങ്ങനെ എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു രാത്രി 12 മണിയോട് കൂടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതുപോലുള്ള അടുത്ത കണ്ടന്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.